നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പൊതുവെ കേന്ദ്ര ഇടപെടലുകളോടും താൽപര്യങ്ങളോടും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പ്രകൃതക്കാരാണ് തമിഴ്നാട് സർക്കാരുകൾ. അയോധ്യയെ സംബന്ധിച്ച വിഷയത്തിലും പതിവ് തെറ്റിയില്ല. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണത്തിനായി തയ്യാറാക്കിയ LED സ്ക്രീനുകൾ പിടിച്ചെടുത്ത തമിഴ്നാട് പോലീസ്. തമിഴ്നാട് പോലീസിന്റെ ഈ നടപടിയിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. പിന്നീട് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണ അന്നദാനമോ വിലക്കരുതെന്ന് തമിഴ്നാട് സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അനുമതി തേടിയാൽ നിയമപരമായി അനുമതി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശമെന്ന കാരണം ചൂണ്ടിക്കാട്ടി വിലക്കരുതെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ തത്സമയ സംരക്ഷണത്തിന് സജ്ജീകരിച്ച 100ഓളം സ്ക്രീനുകൾ തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്തത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. തമിഴ്നാട് പോലീസിന്റെ നടപടിക്കെതിരെ സംസ്ഥാന BJP ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച എല്ലാവിധ പൂജകളും അർച്ചനയും അന്നദാനവും ഭജനകളും നടത്തുന്നതും തമിഴ്നാട് സർക്കാർ നിരോധിച്ചതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും ആരോപിച്ചായിരുന്നു ഹർജി. DMKയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ക്ഷേത്രത്തിലെ തത്സമയ സംരക്ഷണം നിരോധിച്ചിരിക്കുകയാണെന്നും ഹർജിയിലുണ്ട്. അഭിഭാഷകനായ G. ബാലാജി വഴിയായിരുന്നു BJP ഹർജി ഫയൽ ചെയ്തത്. കോടതിയുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പരാജയത്തിനും കാരണമാകുമെന്നും ഹർജിയിൽ വ്യക്തമാക്കി. തുടർന്ന് സുപ്രീം കോടതി അടിയന്തരമായി ഹർജി പരിഗണിക്കുകയായിരുന്നു. അതേസമയം ഹർജിയിൽ ആരോപിക്കുന്നത് പോലെയുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഇല്ലെന്ന് തമിഴ്നാട് സർക്കാർ വാദിച്ചു. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ ആരോപിച്ചു. പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ തത്സമയ സംരക്ഷണ പൂജകളോ അർച്ചനകൾക്കോ അന്നദാനത്തിനോ ഭജനയ്ക്കോ യാതൊരുവിധ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണത്തിനായി തയ്യാറാക്കിയ LED സ്ക്രീനുകൾ തമിഴ്നാട് പോലീസ് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും പങ്കുവച്ചിരുന്നു. പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണം തമിഴ്നാട് സർക്കാർ വിലക്കിയതായി കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് പോലീസ് ഫലമായി LED സ്ക്രീനുകൾ പിടിച്ചെടുത്തത്. ഇതിനെതിരെ തമിഴ്നാട് BJP സുപ്രീം കോടതിയെ സമീപിച്ചത് അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ തത്സമയ സംരക്ഷണം തടയുവാനായി നടക്കുന്ന ശ്രമങ്ങളും കേന്ദ്രമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. പ്രാണപ്രതിഷ്ഠ ചടങ്ങും അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതും ആളുകൾ കാണാതിരിക്കാനായിട്ടാണ് തമിഴ്നാട് സർക്കാരിന്റെ നടപടിയെന്നവർ ആരോപിച്ചു. തമിഴ്നാട് സർക്കാർ സംസ്ഥാന പോലീസിനെ അവരുടെ ഇഷ്ടാനുസരണം ദുരുപയോഗം ചെയ്യുകയാണെന്നും ഹിന്ദു വിരോധികളായ DMK ആണ് അവരെ ദുരുപയോഗം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാണാൻ രാജ്യത്തെ പൗരന് അവകാശമില്ലേ? അവരെ അതിൽ നിന്നും തടയാനാകുമോ? പ്രധാനമന്ത്രിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാണ് DMK പ്രകടമാക്കുന്നത് എന്നിങ്ങനെ നിർമ്മല സീതാരാമൻ ആരോപിച്ചു. അയോധ്യ എന്ന സ്വപ്നം പൂവണിഞ്ഞ വേളയിലും ഇത് BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷവും സജീവമാണ്.